dress up for 2021. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വചനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് വിവേചിക്കുക, നമുക്ക് പുതിയതിനായിട്ട് 2021 തയ്യാറെടുക്കുക. Our God restores. നമ്മുടെ ദൈവം ഇതിനെ പുതുക്കി പണിയുന്ന ദൈവമാകുന്നു. 2020 has been crazy for a lot of us. 2020 നമ്മളെല്ലാവരും സംബന്ധിച്ചോളം വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. The main thing is the COVID virus. അതിന് പ്രധാനമായിട്ട് പറഞ്ഞാൽ 2020 കോവിഡ് വൈറസ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. And you know how the world has gone crazy with this virus. ഈ വൈറസ് കൊണ്ട് ലോകത്ത് എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. A lot of us had home vacations because of this. നമ്മൾക്ക് അനേകർക്ക് ഭവനത്തിലിരുന്നു ഒരു വെക്കേഷൻ പോലെ നമ്മൾ ആയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. But that's not COVID virus alone. We had forest fires, amazing forest fires around the world. നമ്മൾ ഈ കോവിഡിനെ സംബന്ധിച്ച പ്രശ്നം മാത്രമായിരുന്നില്ല, എന്നാൽ കാട്ടുതീയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Australia, Argentina, in Europe, in Philippines. ഓസ്ട്രേലിയയിലും അർജന്റീനയിലും ഫിലിപ്പീൻസിലും എല്ലാ സ്ഥലങ്ങളിലും ഈ കാട്ടുതീയുടെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഈ വർഷം ഉണ്ടായി. 2020 forest fires happened last year. വലിയ ശക്തമായ കാട്ടുതീ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയായി. And the famous Black Lives Matter. അതുപോലെ തന്നെ ഈ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലുള്ള ഈ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക സാമൂഹിക ശാന്തിയുടെ ഒരു പ്രശ്നം ഇവിടെ ഉടലെടുക്കുവാനുണ്ടായി. And we saw how racism and certain situations coming up in a place like US and Europe. വർഗീയ പ്രശ്നങ്ങൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലും യൂറോപ്പുകളിലും ഒക്കെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി. Don't forget, some of our basket lovers lost a very loved basketball player, Kobe Bryant. ബാസ്കറ്റ്ബോൾ ആരാധകർക്ക് അവരുടെ വലിയൊരു ബാസ്കറ്റ്ബോളിന്റെ ഒരു താരമായിട്ടുള്ള കോബി ബ്രയന്റിനെ നഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു. It was really sad to see how he died in that helicopter crash. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൂടെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. And then don't forget the football lovers lost a famous footballer, Diego Maradona. നമുക്ക് ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ നഷ്ടം ഈ വർഷമുണ്ടായി. ഡീഗോ മറഡോണ എന്ന് പറഞ്ഞ ഫുട്ബോൾ മാന്ത്രികൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. These were great stars when we were childhood kids. നമ്മൾ ചെറുപ്പമായിരുന്ന സമയങ്ങളിൽ ഇവര് വളരെ ഈ മേഖലകളിൽ തിളങ്ങി നിന്ന വ്യക്തികളായിരുന്നു. All of their lives ended this 2020. ഈ വ്യക്തികളുടെ എല്ലാം ജീവിതങ്ങൾ ഈ 2020 പൊലിഞ്ഞുപോയി. And the top news last few days about Brexit. ബ്രെക്സിറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ, ബ്രിട്ടന്റെ എക്സിറ്റ്, ആ വാർത്തകൾ, യൂറോപ്യൻ യൂണിയനിലെ എക്സിറ്റിനുള്ള വാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. So lot of things happening in this world, not very good seen, not very good news. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അത്ര സുഖകരവും നല്ലതുമായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത് എന്ന് നമുക്കറിയാം. But I want to turn you to the scriptures from 1 Peter chapter 5 verse 10. ഞാൻ നിങ്ങളെ വചനത്തിന്റെ 1 പത്രോസ് 5:10 ഒന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. It says, and after you have suffered a little while, the God of all grace, who has called you to his eternal glory in Christ, will himself restore, confirm, strengthen, and establish you. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. I am here to declare today that our God is a God of restoration. ഞാൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ദൈവം ഒരു പുനഃസ്ഥാപിക്കുന്ന, പുതുക്കി പണിയുന്ന, അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന ഒരു ദൈവമാണ്. Christ himself will restore, confirm, and strengthen and establish you. ക്രിസ്തു നമ്മളെ പുതുക്കി പണിയുക, നമ്മളെ ശക്തിപ്പെടുത്തുക, നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. I don't want to say next year is going to be a year of restoration, but I'm going to tell you next year God is going to restore things back to you. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നഷ്ടപ്പെടുന്നതിനെ എല്ലാം പുനഃസ്ഥാപിക്കുവാനായിട്ട് പോവുകയാണ്. Just wait and see. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നാലും I am declaring, ഞാനത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അത് ഉത്സാഹപൂർവ്വം അത് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. God is going to restore things back to you. ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ പുതുക്കി പണിയുവാൻ, പുനരുദ്ധരിക്കാൻ പോവുകയാണ്. We saw testimonies just a while ago. നമ്മൾ അനുഗ്രഹീതമായിട്ടുള്ള 2 വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുവാനിടയായി. And if God can do it for them, God can do it for you too. അവർക്ക് വേണ്ടി ദൈവത്തിന് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. God will restore, confirm, strengthen, and establish you. ദൈവം അതെല്ലാം യഥാസ്ഥാനപ്പെടുകയും ഉറപ്പിക്കുകയും നമുക്ക് എല്ലാം മടക്കി തരികയും ചെയ്യും. What does it mean by restore?
എന്താണ് ഈ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? Restore means to make adequate or furnish completely. അത് റിസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പഴയതുണ്ടായിരുന്ന ഒന്നിനെ അതിനെ പുനഃസ്ഥാപിക്കുക എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. Another meaning is to cause to be in a condition to function well. ഒരു നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പഴയതുണ്ടായിരുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, എന്നാൽ അത് പ്രവർത്തനശൂന്യമായി അതിനെ പിന്നെയും ഒരു നല്ല പ്രവർത്തന ശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത്. Or the third kind of meaning is to prepare for a purpose. നമ്മുടെ ഒരു പ്രത്യേക ഒരു ആവശ്യത്തിനായിട്ട് നമ്മളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അർത്ഥം. So these are the three meanings we find in the scripture of restoration. ഇതാണ് നമ്മുടെ വചനത്തിൽ കൂടെ കാണുന്ന 3 അർത്ഥങ്ങൾ ഈ പുനഃസ്ഥാപനത്തെക്കുറിച്ച്. God restores, or God makes complete our function well, and we keeps us for a purpose. നമ്മുടെ ആ ഒരു പ്രവർത്തനത്തെ അതിനെ പുനഃസ്ഥാപിക്കുകയും നമ്മളെ അതിനുവേണ്ടി പുതിയ ഒന്നിലേക്ക് ഒന്ന് തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. But when I'm looking at the creation, God made everything, right? ദൈവം എല്ലാം നിർമ്മിച്ചു എന്ന് നമുക്കറിയാം. And he made everything and it was good. ദൈവം എല്ലാം നിർമ്മിച്ചപ്പോൾ അതിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മിച്ചത്. But what happened? Why did it go bad? എന്താണ് അതിനുശേഷം സംഭവിച്ചത്? എന്തുകൊണ്ട് അതൊക്കെ Why is our health going bad? എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം ഓരോ ദിവസവും ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്? Why is the world getting decaying? എന്തുകൊണ്ടാണ് ലോകം ലോകത്തിന് കേടുവന്നുകൊണ്ടിരിക്കുന്നത്? This is all because of sin that has entered into this world. ഇതെല്ലാം ലോകത്തില് വന്ന പാപത്തിന്റെ ഫലമായിട്ടുള്ളതാണ്. God said, if you eat this fruit, when the sin entered the world, man will die, and that is what's happening now. ഈ ലോകത്ത് പാപം വന്നു കഴിയുമ്പോൾ, മനുഷ്യനുള്ളിൽ വന്നു കഴിയുമ്പോൾ അവൻ നാശത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് കടന്നു പോകുന്ന ദൈവം പറയുന്നു. But praise be to God. ദൈവത്തിന് സ്തോത്രം. He is the one who restores our health back. അവനാണ് നമ്മുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുന്നത്. Jeremiah chapter 30 verse 17. Jeremiah chapter 30 verse 17. യിരെമ്യാ 17:30. For I will restore health to you, and I will heal your wounds, says the Lord, because they have called you an outcast, saying, this is Zion, whom no one seeks after, and for whom no one cares. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കുക കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. Our God will restore us back to health. നമ്മുടെ ആരോഗ്യത്തെ ദൈവം എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു എന്ന് നമുക്ക് കാണും. Our God will heal our wounds. നമ്മുടെ മുറിവുകളെ അവൻ ഉണക്കുന്നു. That is our God. അതാണ് നമ്മുടെ ദൈവം. Our God is not the one who's bringing the coronavirus. നമ്മുടെ ദൈവം ഈ കൊറോണ വൈറസിനെ കൊണ്ടുവരുന്ന ദൈവമല്ല. Our God is not the one who is killing people. നമ്മുടെ ദൈവം ജനങ്ങളെ കൊല്ലുന്ന ഒരു ദൈവമല്ല. It is our God is active in restoration to our health. നമ്മുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He is in the job of restoring our goodness. നമുക്ക് നല്ലതിനെ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is such a beautiful God. എത്ര മനോഹരം, എത്ര അനുഗ്രഹീയമായ ദൈവമാണ് നമുക്കുള്ളത്. അവന്റെ നാമം എത്ര മനോഹരം. And I want to take you to the Old Testament and look at one scripture, one story which every one of us love, the story of Joseph. ഞാൻ പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ജോസഫിന്റെ കഥയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. Joseph is a very beautiful story of how God restores his people, or how God puts Joseph in a place to save his nation. ജോസഫിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആക്കി വെച്ച ഒരു ദൈവം ആ ഒരു രാഷ്ട്രത്തെ തന്നെ രക്ഷിക്കുവാൻ തക്കോണം യോസഫിനെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. So we'll go to Genesis chapter 40, 39 to 41. ഉൽപ്പത്തി 39 തൊട്ട് 41 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമുക്ക് ഓടിച്ചു നോക്കാം. And we are going to pick up from the story of where Joseph was in Potiphar's house, and because of Potiphar's wife and the issue they had, Joseph was put in prison. നമ്മൾ ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജോസഫ് പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്ന സമയത്ത് പൊത്തിഫറിന്റെ ഭാര്യയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. And we're going to pick up from Genesis chapter 39 verses 20 to 23. 39ാമത്തെ അധ്യായത്തിന്റെ 20 തൊട്ട് 23 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, And Joseph's master took him and put him in the prison, the place where the king's prisoners were confined, and he was there in prison.
യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. But the Lord was with Joseph and showed him steadfast love and gave him favor in the sight of the keeper of the prison. എന്നാൽ യഹോവ യോസഫിനോട് കൂടി ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. And the keeper of the prison put Joseph in charge of all the prisoners who were in the prison, where whatever was done there, he was the one who did it. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. The keeper of the prison paid no attention to anything that was in Joseph's charge, because the Lord was with him, and whatever he did, the Lord made it succeed. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സബലമാക്കുകൊണ്ട് അവന്റെ കൈക്കുള്ള യാതൊന്നിനും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. And we all know the story of how favor was upon Joseph's life. യോസഫിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ ഫേവർ എങ്ങനെ ഇറങ്ങുമെന്ന് നമുക്ക് Even in Potiphar's house, the Potiphar put him in charge of everything. പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും അവന്റെ ഭവനത്തിന്റെ സകല കാര്യവിചാരങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്ന യോസഫായിരുന്നു. But because of his wife's evil intentions, Joseph fell in the trap and he had to be put in prison again. അവന്റെ ഭാര്യയുടെ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടി കൊണ്ട് അവന് ഒരു സാഹചര്യത്തിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നുപോകേണ്ടതായിട്ട് വന്നു. And he was put in this prison again. അവന് ഈ ഒരു കാരാഗൃഹത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തു. And even there, the favor of the Lord was upon Joseph and he was in charge of everything. ആ സ്ഥലത്തും ആ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും ദൈവത്തിന്റെ പ്രത്യേക കൃപ യോസഫിനോട് ചേർന്നിരുന്നു. So while he was in the prison, there was a Pharaoh's butler and baker. They were also put in prison, the same prison. ഈ യോസഫ് ആ തടങ്കലിലായിരുന്ന ആ ഒരു കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് ഈ ഫറവോന്റെ അപ്പക്കാരും പാനപാത്രവാഹകനും അവിടെ എത്തുവാനായിട്ട് ഇടയായി. And in the time, the prisoner in charge put the butler and the baker under Joseph's authority. അവിടെയും യോസഫ് ആയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ അപ്പക്കാരനെ പാനപാത്രവാഹനെയും ഈ കാരാഗൃഹത്തിൽ കൊണ്ടപ്പോൾ യോസഫിന്റെ അധികാര പരിധിയിൽ ഇവരെ എത്തിച്ചു. And things were going on, and suddenly, and we pick up from Genesis chapter 40 verses 7 to 8. നമുക്ക് ഉൽപ്പത്തി 40:7-8 വരെയുള്ള വാക്യങ്ങൾക്ക് നമുക്ക് നോക്കാം. So he asked Pharaoh's officer, this is the butler and the baker, who were with him in custody in his master's house, why are your faces downcast today? ഇവിടെ യോസഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്ന എന്തെന്ന് ചോദിച്ചു. And they said to him, we had dreams, and there is no one to interpret them. And Joseph said to them, do not interpretations belong to God? Please tell them to me. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറയുക എന്ന് പറഞ്ഞു. So now they are telling the story. The baker and the butler is telling the vision to Joseph. But the key is, the first key important in Joseph's life is that Joseph was concerned about those who were below him. ഇവിടെ ഈ രണ്ട് പാനപാത്രവാഹന അപ്പക്കാരനും യോസഫിനോട് തന്റെ കാര്യങ്ങൾ പറയുന്നു. യോസഫ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഉത്തരം പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ട കാര്യം, തന്റെ കീഴിലുള്ള വ്യക്തികളെ കുറിച്ച് യോസഫ് പ്രത്യേകം ഒരു കരുതലുള്ളവനായിരുന്നു. This is one of the key factors of Joseph's promotion. യോസഫിന്റെ പ്രമോഷന് അത് വളരെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്റെ കീഴിലുള്ളവരോട് വളരെ പ്രത്യേക ഒരു കരുതലുള്ളവനായിരുന്നു. Now remember, Joseph is in prison along with the others. യോസഫ് അവിടെ തടവുകാരനായിരുന്നു. മറ്റു തടവുകാരോട് ചേർന്ന് ഒരു തടവുകാരൻ മാത്രമായിരുന്നു യോസഫ്. I am sure Joseph itself was very sad and gloomy. യോസഫിന് ആ സാഹചര്യം നമുക്കറിയാം. ഒരു തടവുകാരനായിരിക്കുന്ന അവന്റെ സാഹചര്യം വളരെ പ്രയാസമുള്ളതായിരിക്കാം തീർച്ചയായിട്ടും. But he was concerned about the baker and the butlers, why they were sad. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്ന ആ അപ്പക്കാരനെയും പാനപാത്രക്കാരനെയും അവന്റെ പ്രശ്നങ്ങളിൽ കൂടെ ജോസഫ് വളരെ അനുകമ്പ പുലർത്തുവാനും അവരോട് വളരെ ദയാലുവുമായിരുന്നു. So they tell the story and the vision, and Joseph interprets a vision, and we pick up from Genesis chapter 40 verses 13 to 15.
അവിടെ ഇവര് പറഞ്ഞ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ച് യോസഫ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന നമുക്കിവിടെ 40-13 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. In 3 days Pharaoh will lift up your head and restore you to your office, and you shall place Pharaoh's cup in his hand as formerly when you were his cupbearer. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്ത് ആക്കും. നീ പാനപാത്രവാഹനായി മുമ്പിലത്തെ പതുപോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്ന് പറഞ്ഞു. Only remember me when it is well with you, and please do me this kindness to mention me to Pharaoh, and so get me out of this house. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. For I was indeed stolen out of the hand of the Hebrews, and here also I have done nothing that they should put me into this pit. എന്നെ എബ്രായരുടെ ദേശത്തുനിന്ന് കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. So Joseph gives interpretation, and the butler is restored back, and the baker was executed. യോസഫ് അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം ചെയ്തു. ഈ അപ്പക്കാരനെ തൂക്കിലേറ്റുകയും എന്നാൽ പാനപാത്രവാഹന് അവന്റെ തിരികെ അവന്റെ ജോലിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. Joseph told the wine bearer that don't forget me, get me out of here. But this guy totally forgot about Joseph. എന്നാൽ ഈ പാനപാത്രവാഹനോട് യോസഫ് ഒരു കാര്യം അപേക്ഷിച്ചിരുന്നു, നിനക്ക് നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ എന്നാൽ അവനത് മറന്നുപോയി. Genesis 41 verse 1 says, after 2 full years it happened, and nothing, and Joseph was still in prison. ഈ പാനപാത്രവാഹൻ അവന്റെ ജീവിതത്തിൽ അവന്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനഃസ്ഥാപനം കഴിഞ്ഞ ശേഷം 2 വർഷം കടന്നുപോയി. അവൻ മറന്നുപോയി യോസഫിനെ കുറിച്ച്. 2 വർഷം കടന്നുപോയി. ഈ 2 വർഷത്തിൽ ഒന്നും സംഭവിച്ചില്ല. And then Pharaoh gets a dream. ആ 2 വർഷത്തിന് ശേഷം ഫറവോന് അവനൊരു സ്വപ്നം കാണുവാനിടയായി. And now we see the story changing and taking a dramatic scene. ഇനിയാണ് നമ്മൾ കാണുന്നത് ഈ കഥ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നീങ്ങുകയാണ്. Genesis chapter 41 verses 8 to 13. ഉൽപ്പത്തി 41 8-13 ഭാഗങ്ങൾ. Now this is what Pharaoh is telling the dream, and the wine dresser, he is listening to it. So in the morning his spirit was troubled, and he sent and called for all the magicians of Egypt and all its wise men. Pharaoh told them his dreams, but there was none who could interpret them to Pharaoh. പ്രഭാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മാന്ത്രികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. Then look at the cupbearer. Then the chief cupbearer said to Pharaoh, I remember my offenses today. I remember my mistakes today. അപ്പോൾ പാനപാത്രവാന്മാരുടെ പ്രവാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. When Pharaoh was angry with his servants and put me and the baker into custody of the guard, and then we go on, we're not going to read all the scriptures. We saw how Joseph interpreted the dream, and the cupbearer is telling all this to Pharaoh. അപ്പൊ ആ സമയത്താണ് പറഞ്ഞത്, ഫറവോൻ എന്നെ അപ്പക്കാരനെയും പാനപാത്രവും ഞങ്ങൾ 2 പേരെയും തടവിലാക്കിയ സമയത്ത് അവിടെ വെച്ച് ഞാൻ യോസഫ് എന്നൊരു വ്യക്തിയെ കാണുവാനിടയായി. അവൻ ഞങ്ങൾക്കുണ്ടായ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫറവോനോട് പറയാനിടയായി. So Pharaoh takes a decision, get this slave, Hebrew slave out. അപ്പോൾ ഫറവോൻ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഈ ഹെബ്രായനായിട്ടുള്ള ഈ വ്യക്തിയെ ഈ അടിമയെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഫറവോ പറയാനിടയായി. And I want you to focus on this one verse, very important, don't miss this. Genesis 41 verse 14. 41 വാക്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. Then Pharaoh sent and called Joseph, and they quickly brought him out of the pit, and when he had shaved himself and changed his clothes, he came before Pharaoh. 41 വാക്യം ഇങ്ങനെ പറയുന്നത്, ഉടനെ ഫറവോൻ ആളയച്ചു യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെയ്യുന്നു. Now when we read the scriptures, I've read it many times before, and I've always felt, yes, Joseph shaved, changed his dress. That's what the protocol was, and he went to Pharaoh. നമ്മൾ അനേകം പ്രാവശ്യം ഈ വചനഭാഗത്ത് കൂടെ വായിക്കുന്നതാണ്. അപ്പൊ ഞാനും പലപ്പോഴും ചിന്തിച്ചത്, ഫറവോ ഈ ആളയച്ചു വിട്ടപ്പോൾ അവിടുന്ന് ഈ പുറത്തു വന്നു, ഇവൻ ഈ ജോസഫ് ഷേവ് ചെയ്തു, വസ്ത്രം മാറി ഫറവോന്റെ മുന്നിലേക്ക് ചെന്നു എന്നുള്ള ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. But when I was reading the scripture, the Lord showed me something very different. The amplified version says it much more clearer.
ഞാൻ ഇത് ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിളിൽ കൂടെ നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് അവിടെ കണ്ടത്. It says like this: Then Pharaoh sent and called Joseph, and they brought him hastily out of the dungeon. But Joseph first shaved himself, changed his clothes, and made himself presentable. Then he came to the Pharaoh's presence. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ് യോസഫ് പുറത്ത് വന്നു, തന്നെ ഷേവ് ചെയ്തു, താൻ വളരെ കുളിച്ച് ഒരുങ്ങി തയ്യാറെടുത്തു, ഫറവോന്റെ മുന്നിൽ തന്നെ കൊണ്ടുചെല്ലുവാൻ തക്കവണ്ണം അവൻ തയ്യാറെടുത്തു എന്നാണ് പറയുന്നത്. It is not that they took Joseph and shaved him and dressed him and presented him to Pharaoh. ഇത് പറയുന്നത് ഇങ്ങനെയല്ല, അവര് വന്ന് ഈ യോസഫിനെ കൊണ്ടുപോയി അവനെ ഇതിനായിട്ട് തയ്യാറെടുപ്പിച്ച് ഫറവോന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി എന്നല്ല പറയുന്നത്. But it says Joseph himself, he shaved himself and changed his clothes and made him presentable. യോസഫ് തനിയെ താൻ ഈ ഷേവിംഗ് എല്ലാം ചെയ്ത് വൃത്തിയായി കുളിച്ച് താൻ ഡ്രസ് ചെയ്ത് താൻ തന്നെ തയ്യാറെടുത്ത് ഫറവോന്റെ മുന്നിൽ ചെന്നു എന്നാണ് പറയുന്നത്. Now it's nothing great about shaving, right? ഇവിടെ ഷേവിംഗിന്റെ ഒരു പ്രത്യേകത അല്ല പറയുന്നത്. But if you look at the pictures, if you have a picture, if you look at the pharaoh style, if you look at all the old ancient pharaonic images, these pharaonic images, none of them have hair. ഈ പഴയ കാലത്തുള്ള ഈ ഫറോവിന്റെ സമയത്തുള്ള ഈ പടത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം, അവർക്കൊന്നും അന്ന് മുടി ഇല്ലായിരിക്കുന്ന ഒരു പടങ്ങളായിരിക്കും മിക്കവാറും കാണുന്നത്. They had hair, but they were all shaved. അവർക്ക് മുടിയുണ്ട്, എന്നാൽ അത് മുഴുവൻ ഷേവ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ആ കാലത്തുള്ള. That was a culture of the pharaoh at that time. അവരുടെ ആ കാലഘട്ടത്തിലെ അവരുടെ ഒരു സാംസ്കാരിക രീതിയായിരുന്നത്. So they believed that it was hot and the hair was a hindrance, and so they used to shave. അവിടെ ആ സമയത്ത് നല്ല ചൂടുള്ള സ്ഥലമാണ്. അവിടെ ഈ സ്ഥലത്ത് തലയിൽ മുടി ഉണ്ടാകാൻ പാടില്ല എന്ന് അവരുടെ ഒരു കൾച്ചറിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരെല്ലാവരും ഷേവ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. They decided that hairlessness separated man from beast. ഈ മൃഗങ്ങളെ മനുഷ്യനെ തമ്മിൽ വ്യത്യസ്തപ്പെടുത്തുന്ന ഒന്നാണ് ഈ മുടികൾ ഇല്ലാതിരിക്കുന്നതെന്ന് അവരന്ന് ചിന്തിക്കുകയുണ്ടായി. So men, women, children, all of them used to shave not just the hair of the head but even of the body, and they used to maintain it like that. അവിടെയുള്ള എല്ലാ പുരുഷനും സ്ത്രീയും കുട്ടികളും എല്ലാം ശരീരത്തിലുള്ള മുഴുവൻ രോമങ്ങളും ഷേവ് ചെയ്ത് കളയുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. And you will see sometimes some ladies in the pictures with hair, but these are all artificial wigs that they used to use. നമ്മൾ ചില പടങ്ങളിൽ, ആ സമയത്തുള്ള ചില പടങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ തലയിൽ ചില മുടികൾ പോലെയൊക്കെ നമുക്ക് തോന്നാം, എന്നാൽ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള വിഗുകൾ ധരിച്ചിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. So the culture at that time was that the men, all the people used to shave all the hair from their body to be presentable and to be especially in front of the Pharaoh. അന്നത്തെ ഒരു സാഹചര്യത്തിലെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മൾ ശരീരത്തിലുള്ള ഈ രോമങ്ങളെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അവിടുത്തെ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാൻ. പ്രത്യേകിച്ച് അതൊരു ഈജിപ്ഷ്യൻ സംസ്കാരമായിരുന്നു ആ സമയത്ത്. That's why if you look at the movies, when it depicts the pharaohs, you will see none of them have beard or mustache or hair. അതാണ് നമ്മൾ ആ സമയത്തുള്ള ഫറോവിന്റെ ഒക്കെ സിനിമകൾ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇവർക്കൊന്നും രോമങ്ങളൊന്നും ശരീരത്തിൽ കാണുന്നില്ല. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്ത് കളഞ്ഞിരിക്കാൻ നമുക്ക് കാണാം. And Joseph knew that this was a protocol in front of Pharaoh, and he said, I need to shave myself to be presentable. ഇവിടെ യോസഫിന് ഒരു കാര്യം മനസ്സിലായി, ഈ സമയത്ത് നമ്മൾ ഫറവോന്റെ മുന്നിൽ ചെല്ലെങ്കിൽ അവിടുത്തെ ചില രീതികളും അല്ലെങ്കിൽ ആ രാജസ്ഥലത്ത് ചെന്നലിന് ചില രീതികൾ എന്താണെന്ന് മനസ്സിലാക്കി അവൻ അതിനുവേണ്ടി തയ്യാറെടുത്താണ് അവിടെ ചെന്നത്. Why? I want to ask you this question. Why did Joseph choose to do this? എന്തുകൊണ്ടാണ് ജോസഫ് ഇതിനു വേണ്ടി തയ്യാറായിട്ട് എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. How did he come to know about this? ഇതെങ്ങനെയാണ് അവനത് മനസ്സിലായെന്ന് നമുക്ക് ആലോചിക്കാം. He came to know about all this protocol and this culture when he was in the prison with the Pharaoh's immediate people. ഈ ഫറവോന്റെ ആ തൊട്ടടുത്തുള്ള ചില വ്യക്തികൾ കൂടെ തടങ്കലിലായിരുന്ന സമയത്താണ് അവരിൽ നിന്നാണ് യോസഫ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട്. As we read in Genesis 39 verse 20 that the master put him in a prison that was with the king's prisoners. അവിടെ നമ്മൾ ഉൽപ്പത്തി നമ്മൾ വായിച്ച പോലെ അവന്റെ
അവന്റെ മാസ്റ്റർ അന്ന് ആ തടങ്കലിന്റെ പ്രധാനപ്പെട്ട വ്യക്തി, കാരാഗ്രഹ പ്രമാണി, അവനെ അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ഇത്തരം പ്രധാനപ്പെട്ട ചില വ്യക്തികളോട് ചേർന്ന് ആയിരുന്നു. So Joseph came to know everything what the Pharaoh liked. ഫറവോന് എന്ത് ഇഷ്ടമെന്നുള്ളത് കൃത്യമായിട്ട് യോസഫിന് അവിടുന്ന് മനസ്സിലായി. And he knew all the likes and dislikes and the code of conduct of the palace. അവിടെ വളരെ വ്യക്തമായിട്ട് ഫറവോന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ലെങ്കിൽ അവന്റെ കൊട്ടാരത്തിലുള്ള ആ രീതികളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനിടയായി. Now remember, where was Joseph? യോസഫ് എവിടെയായിരുന്നു? He was in the prison. അവൻ തുറങ്കലിലായിരുന്നു. And what was he doing in the prison? അവിടെ തുറങ്കലിൽ അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? He was understanding the culture and the likes and the dislikes of the Pharaoh. അവിടുത്തെ രാജ്യത്തിന്റെ സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഫറവോന്റെ ഇഷ്ടത്തെ അനിഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണ് അവനോട് ചെയ്തത്. He was not sitting and complaining about his brothers or about Potiphar's wife. അവന്റെ സഹോദരന്മാരെ കുറിച്ച് അവനവിടെ ഒരു കംപ്ലൈന്റ് പറയുമോ, അല്ലെങ്കിൽ പൊത്തിഫറിന്റെ ഭാര്യ അവനെതിരെ ചെയ്തിട്ടുള്ള ആ ആരോപണത്തെ കുറിച്ചുള്ള അവനത് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അവൻ ചെയ്തത്. He was learning about things what the Pharaoh liked. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഫറവോന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുകയായിരുന്നു ചെയ്തത്. That was the second key. Joseph learned the palatial code of conduct. അവിടെ ഇരുന്നുകൊണ്ട് യോസഫ് ആ ഫറവോന്റെ ആ ഇഷ്ട അനിഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക്, അവനൊരു പഠനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്. In the tough situation of Joseph's life, he was not complaining, but he was learning, discerning. അവന്റെ ജീവിതത്തിലെ വളരെ പ്രതികൂലമായി ഈ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് അവനൊരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്, എന്നാൽ അവൻ അവിടെ പുതിയ കാര്യങ്ങളെ പഠിക്കുവാൻ ശ്രമിക്കുകയാണ്. Genesis 41:16. 41:16 നമ്മൾ കടന്നു വരുമ്പോൾ Joseph answered Pharaoh, "It is not me. God will give Pharaoh a favorable answer." അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഉത്തരം നൽകും എന്ന് പറഞ്ഞു. Joseph honored God. That is the third key in Joseph's life. Joseph honored, lifted up the name of God. മൂന്നാമത് പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്, ദൈവത്തിന്റെ നാമം ഫറവോന്റെ മുന്നിൽ ഉയർത്തുവാൻ ജോസഫ് ശ്രമിച്ചു എന്നുള്ളതാണ്. Now Pharaoh is surprised at Joseph's answer, and we see that when Joseph is talking to Pharaoh, Joseph tells about how this can be executed. ഈ ജോസഫ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫറവോനുടെ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് എന്ത് സൊല്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഫറവോന് തന്നെ അത്ഭുതമായി പോയി. Genesis 41:39. ഉൽപ്പത്തി 41:39 ഇങ്ങനെയാണ് പറയുന്നത്. Then Pharaoh said to Joseph, "Since God has shown you all this, there is none so discerning and wise as you are." ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം മേലാധികാരി ആക്കി വെക്കണം. I want to tell you. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. I want to tell you this, that when you are limited in your realm, start learning what God is trying to teach you. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചില ലിമിറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾക്ക് ചിലപ്പം പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. And that is what Joseph did. അതാണ് ജോസഫ് ഇവിടെ ചെയ്തത്. Under pressure, വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കടന്നുപോയപ്പോൾ, instead of complaining, ഒരു കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, start learning what God is showing you. എന്നാൽ ദൈവം കാണിച്ചു തരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനാണ് യോസഫ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. That was the key in Joseph's success. ജോസഫിന്റെ ആ അഭിവൃദ്ധിക്ക് കാരണമായത് ഈ പ്രധാനമായ കാര്യമാണ്. There is in the forest, there is a special kind of pine tree called the lodgepole pine tree. കാലിഫോർണിയയിലുള്ള ഈ കാട്ടിൽ പ്രത്യേക തരത്തിലുള്ള ഒരു പൈൻ മരത്തിന് അതിന്റെ ഒരു പടമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And this special pine cone, the speciality of this pine cone is it will not release the seeds until there is heat. ഈ നമ്മൾ കാണുന്നത് ഈ ലോഡ്ജ്പോൾ പൈൻ മരത്തിന്റെ കായാണ്. ഈ കായ് പൊട്ടണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചൂട്, ശക്തമായ ചൂടിന്റെ ഒരു അവസ്ഥയെ മാത്രമേ ഇത് പൊട്ടാറുള്ളൂ. So just like this cone which bursts in heat and gives a seed, let us take this opportunity that in the coming year, no matter what happens, we will bless God in our tough situations.
ഇവിടെ ഈ പൈൻ മരത്തിന്റെ കാര്യം, ഈ പൈൻ കോണിന് ഈ ഒരു കായുടെ കാര്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രത്യേകതരം ശക്തമായിട്ടുള്ള ഒരു ചൂട് വരുമ്പോൾ മാത്രം ഇത് പൊട്ടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യമായിക്കോട്ടെ, നമ്മൾക്ക് let us use this opportunity to bless God. ഈ അവസരം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. Let us learn from Joseph's life. ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. Learn to discern and dress up. നമുക്ക് വിവേചനത്തോടുകൂടെ നമ്മൾ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുതിയ ഒന്നിനു വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. In any circumstance of our life, ഈ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങളും ആയിക്കൊള്ളട്ടെ, let us learn to discern and dress up for 2021. നമുക്ക് വിവേചന ശക്തിയോടെ കാര്യങ്ങളെ മനസ്സിലാക്കി 2021 നമുക്ക് തയ്യാറെടുക്കാം. Our God is a God who restores. നമ്മുടെ ദൈവം സകലത്തെയും പുതുതാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. Amen. ആമേൻ.